നമസ്കാരം. മിനാർ TMT ബാലറ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പ്രചരണത്തിന് നാളത്തെ പകൽ മാത്രം ശേഷിക്കെ കൊടുമ്പിരിക്കൊണ്ട തിരക്കിൽ മുന്നണികൾ. സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. കുടിവെള്ളവും കൊലക്കേസും മുതൽ സൊമാലിയും ലിബിയയും വരെ നീണ്ട പ്രചരണ വിഷയങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഇടതു വലത് മുന്നണികൾ. പ്രധാന ശത്രു BJP തന്നെയെന്ന് പ്രകടമാക്കി KPCC അധ്യക്ഷന്റെ പത്രസമ്മേളനം. BJP മുക്ത ഭാരതത്തിനായി ഇക്കുറി കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് സുധീരൻ. തുടർഭരണം ലഭിച്ചാൽ അഴിമതി തുടച്ചു നീക്കാൻ പ്രത്യേക ജുഡീഷ്യൽ സംവിധാനം കൊണ്ടുവരും. മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നത് ഇടതുമുന്നണിക്കല്ല UDFനെന്നും സുധീരൻ. രാഷ്ട്രീയ വിവാദങ്ങൾ വേരി നിറഞ്ഞ പ്രചരണത്തിന്റെ ക്ലൈമാക്സിൽ വെള്ളിത്തിരയിൽ നിന്നൊരു താരമത്സരപ്പോര്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് വോട്ട് തേടി മോഹൻലാൽ എത്തിയത് പുതിയ വിവാദം. സംഘടനാ നിർദ്ദേശം മോഹൻലാൽ ലംഘിച്ചതിന് അമ്മയിലെ അംഗത്വം രാജിവെച്ച് സലിംകുമാറിന്റെ പ്രതിഷേധം. ലാലിന്റെ നടപടി വേദനാജനകമെന്ന് ജഗദീഷ്. ആര് വന്നാലും ജയം തനിക്കെന്ന് ഭീമൻ രഘു. ഫേസ്ബുക്കിന്റെ പോർക്കളത്തിൽ മുഖ്യന് നേരെ ശരവർഷം നിർത്താതെ VS. ഉമ്മൻചാണ്ടി റിയൽ എസ്റ്റേറ്റ് ഏജന്റെന്ന് ആക്ഷേപം. 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി കേരളം അളന്നെടുത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി. മലയാളികൾ വാമനന് അനുമതി നൽകിയ മഹാബലിയുടെ അവസ്ഥയിലെന്നും ഫേസ്ബുക്കിൽ പ്രതിപക്ഷ നേതാവ്. പോളിംഗിന് പൂർണ്ണ ഒരുക്കങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാലറ്റ് ഘടിപ്പിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജം. പരിശീലനം പൂർത്തിയാക്കിയ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി ഞായറാഴ്ച പോളിംഗ് സ്റ്റേഷനുകളിലേക്ക്. രേഖപ്പെടുത്തിയ വോട്ടിന്റെ നിജസ്ഥിതി അറിയാൻ വേരിഫയബിൾ പേപ്പർ സൗകര്യം 1062 ബൂത്തുകളിൽ. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി കേന്ദ്രസേന. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇനി ഒരൊറ്റ പകൽ മാത്രം ശേഷിക്കുന്നു. നാളെ വൈകിട്ട് സമാപിക്കുകയാണ് പരസ്യ പ്രചരണത്തിനുള്ള സമയം. അതിനു മുൻപ് ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥികളെ നേരിട്ട് കാണാനുള്ള നെട്ടോട്ടത്തിൽ ആണ് സ്ഥാനാർത്ഥികൾ. അവസാനവട്ട പ്രചരണത്തിന്റെ തിരക്കിൽ ആണ് ഓരോ മുന്നണിയും. കുടിവെള്ളവും അതുപോലെ തന്നെ കൊലക്കേസും വെടിക്കെട്ട് ദുരന്തവും മുതൽ സൊമാലിയും ലിബിയയും വരെ നീണ്ട പ്രചരണ വിഷയങ്ങളിൽ ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്നു രണ്ട് മുന്നണികളും. ഇടത് വലത് മുന്നണികളും അതുപോലെ തന്നെ തുല്യ അവകാശവാദവുമായി ഒപ്പം തന്നെ ഉണ്ട് NDA സഖ്യവും. 82 സീറ്റുകളിൽ ഇക്കുറി വിജയം ഉറപ്പാണ് എന്നാണ് KPCC UDF ഏകോപന സമിതിയുടെ പ്രതീക്ഷ. അതിനൊപ്പം തന്നെ 80 മുതൽ 92 വരെ സീറ്റുകളിൽ വിജയം ഉറപ്പ് എന്ന് അവകാശപ്പെടുന്നു LDFും. സംസ്ഥാനത്ത് 17 സീറ്റുകളിൽ ഇക്കുറി നിർണായക ശക്തി തങ്ങളായിരിക്കുമെന്നാണ് BJP സഖ്യത്തിൻ്റെ അവകാശവാദം. 15ഓളം സീറ്റുകളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഇക്കുറി BJP BDJS സഖ്യമായിരിക്കും എന്നും അവകാശവാദം. പോളിംഗ് ബൂത്തിലേക്ക് വിളിപ്പാടകലെ നിൽക്കെ അദൃശ്യമായ അടിയൊഴുക്കുകൾ തടയാനുള്ള തീവ്രശ്രമത്തിലാണ് 3 മുന്നണികളും. പരസ്യപ്രചരണം നാളെ വൈകിട്ട് അവസാനിക്കാനിരിക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാന വിഷയം മുതൽ ദേശീയ വിഷയങ്ങൾ വരെ ചർച്ചയായ പ്രചരണം ഫലം കണ്ടുവെന്ന തുല്യ ആത്മവിശ്വാസത്തിലാണ് LDFും UDFും BJPയും. തുടർഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള പ്രചരണം ഒരു പരിധിവരെ വിജയം കണ്ടെന്നാണ് UDFന്റെ അവകാശവാദം. സോളാർ, ബാർക്കോഴ, ഭൂമിദാനം തുടങ്ങിയ വിവാദങ്ങൾ പ്രചരണത്തെ കാര്യമായി ബാധിക്കാത്തതും UDF ക്യാമ്പുകളിൽ പ്രതീക്ഷ നൽകുന്നു. തെക്കൻ ജില്ലകളിൽ പാർട്ടിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇരട്ടി നേട്ടമുണ്ടാക്കാനാകുമെന്നും UDF അവകാശപ്പെടുന്നു. തിരഞ്ഞെടുപ്പിൽ 82 വരെ സീറ്റുകൾ നേടാനാകുമെന്ന് ഐക്യമുന്നണി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ UDFിന്റെ പ്രതീക്ഷകളെ പാടെ തള്ളുകയാണ് ഇടതുമുന്നണി. അവസാന ദിവസങ്ങളിൽ ഭരണവിരുദ്ധ വികാരങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. 80 മുതൽ 90 വരെ സീറ്റുകൾ പിടിക്കുമെന്നും ഇടത് ക്യാമ്പുകൾ പറയുന്നു. 15 മുതൽ 17 വരെ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് NDA സഖ്യം അവകാശപ്പെടുന്നത്. 10 മുതൽ 12 വരെ സീറ്റുകളിൽ തങ്ങൾ ഇക്കുറി നിർണായകമായ ശക്തികളാകുമെന്നും സഖ്യം വിലയിരുത്തുന്നു. അതേസമയം BDJS പിടിച്ചെടുക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുപെട്ടിയാണ് ചോർത്തുന്നത് എന്ന ആശങ്ക ഇരുമുന്നണികൾക്കുമുണ്ട്. അഴിമതിയും വികസനവും വിഷയമാക്കി 2.5 മാസക്കാലം നീണ്ട പ്രചരണം പലതവണ വഴിതിരിഞ്ഞിരുന്നു. എന്നാൽ ദേശീയ നേതാക്കളുടെ പ്രചരണം 3 മുന്നണികൾക്കും ഒരുപോലെ ആത്മവിശ്വാസം പകരുന്നുണ്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ടും ജിഷ കൊലക്കേസും ഹെലികോപ്റ്റർ അഴിമതിയും കത്തിനിന്ന പ്രചരണവേദികളെ അവസാനം തേടിയെത്തിയത് സൊമാലിയ, ലിബിയ വിവാദങ്ങളായിരുന്നു. ന്യൂസ് ഡെസ്ക് കൗമുദി. ഈ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ്, ഏതൊക്കെ മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം, പ്രമുഖ മത്സരം എന്നത് സംബന്ധിച്ച് ഒരു തർക്കമുണ്ട്. ആ തർക്കത്തിൽ ഇതുവരെ ഒരു സമവായം ഉണ്ടായിട്ടില്ലതാനും. പക്ഷേ BJP ആണ് മുഖ്യ ശത്രുപക്ഷത്ത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നു ഇന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ മുഖാമുഖം പരിപാടിയിൽ തലസ്ഥാനത്ത് പ്രസ് ക്ലബിൽ സംസാരിച്ചത്. BJP മുക്ത ഭാരതത്തിനായി ഇക്കുറി കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നായിരുന്നു സുധീരൻ്റെ ആഹ്വാനം. തുടർഭരണം ലഭിച്ചാൽ ഭരണത്തിൽ നിന്ന് അഴിമതിയെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ജുഡീഷ്യൽ സംവിധാനം രൂപീകരിക്കും എന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നത്
ഇടതുപക്ഷത്തിനല്ല, അത് കോൺഗ്രസിനും UDF-നും മാത്രമാണ് എന്നും സുധീരൻ. പത്തനാപുരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ KB ഗണേഷ് കുമാറിന് വോട്ട് തേടി ഇന്നലെ സൂപ്പർ താരം മോഹൻലാലും സംവിധായകൻ പ്രിയദർശനും എത്തിയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു അത് വലിയ ഒരു വിവാദത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ എന്ന്. പ്രതീക്ഷിച്ചത് തന്നെ ഇന്ന് പകൽ സംഭവിച്ചു. സംഘടനയുടെ വിലക്ക് അല്ലെങ്കിൽ നിർദ്ദേശം മറികടന്ന്, അമ്മയുടെ നിർദ്ദേശം മറികടന്ന് മോഹൻലാൽ പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് വോട്ട് തേടിയതിൽ പ്രതിഷേധിച്ച് ഇന്ന് അമ്മയിലെ അംഗത്വം രാജിവെച്ചു നടൻ സലീം കുമാർ. തൊട്ട് പിന്നാലെ പ്രസ്താവനകളായി, മറുപടികൾ ആയി. മോഹൻലാലിൻ്റെ നടപടി തന്നെ വേദനിപ്പിച്ചു എന്നാണ് അവിടെ UDF സ്ഥാനാർത്ഥി ആയ ജഗദീഷിൻ്റെ പ്രതികരണം. അതേസമയം പത്തനാപുരം മണ്ഡലത്തിൽ ആർക്കെല്ലാം വേണ്ടി വോട്ട് ചോദിച്ചു വന്നാലും അന്തിമ ജയം തനിക്ക് മാത്രം ആയിരിക്കും എന്ന് NDA സ്ഥാനാർത്ഥി ഭീമൻ രഘു. താരമണ്ഡലങ്ങളിലൊന്നായ പത്തനാപുരത്ത് ഇന്നലെയാണ് LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് വേണ്ടി മോഹൻലാലും പ്രിയദർശനും പ്രചരണത്തിനെത്തിയത്. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തുള്ളവർ പ്രചരണത്തിന് പോയതിൽ പ്രതിഷേധിച്ചായിരുന്നു സലീം കുമാർ അംഗത്വം രാജിവെച്ചത്. താരങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കരുതെന്ന നിർദ്ദേശം മറികടന്നാണ് മോഹൻലാൽ പ്രചരണത്തിനെത്തിയതെന്നും സലീം കുമാർ ആരോപിക്കുന്നു. അതിനിടെ പത്തനാപുരത്ത് പ്രചരണത്തിനെത്തിയ ലാലിന്റെ നിലപാട് അതീവ വേദന ഉണ്ടാക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി ജഗദീഷ് പറഞ്ഞു. ഗണേഷ് കുമാർ പരിചയപ്പെടുന്നതിന് മുമ്പ് മോഹൻലാലിനെ പരിചയപ്പെട്ടത് താനാണെന്നും പിന്നിൽ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമെന്ന് സംശയിക്കുന്നതായും ജഗദീഷ് പ്രതികരിച്ചു. അതേസമയം പത്തനാപുരത്ത് ആര് തന്നെ പ്രചരണത്തിനെത്തിയാലും ജയിക്കാൻ പോകുന്നത് താനാണെന്ന് BJP സ്ഥാനാർത്ഥി ഭീമൻ രഘു പറയുന്നു. അമ്മയിൽ നിന്ന് ആരും പ്രചരണത്തിനെത്തില്ലെന്നാണ് നേരത്തെ കിട്ടിയ വിവരം. മോഹൻലാലിന്റെ തീരുമാനം സ്വന്തം താത്പര്യപ്രകാരമായിരിക്കാമെന്നും രഘു പറഞ്ഞു. ഗണേഷിന് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ മോഹൻലാലിനെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് നടനും കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി കൂടിയായ മുകേഷ് പ്രതികരിച്ചു. സലീം കുമാറിന്റെ രാജി വ്യക്തിപരമെന്നാണ് താരസംഘടന നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. സംഘടനാ യോഗങ്ങളിലൊന്നും താരങ്ങൾ പത്തനാപുരത്ത് പോകാൻ പാടില്ലെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അമ്മയിൽ രാഷ്ട്രീയ ചർച്ചകൾ നടക്കാറില്ലെന്നും സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞു. പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് താരയുദ്ധം തിരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് അമ്മയിലേക്ക് നീളുന്നത്. സിനിമാ താരങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കെതിരെ നേരത്തെയും സംഘടനാംഗങ്ങളിൽ നിന്ന് പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൗമുദി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും തമ്മിൽ ദീർഘനാളുകൾ ആയി ഫേസ്ബുക്കിൽ തുടരുന്ന പോരിന് ഇന്നുമില്ല ഒരു ശമനവും. ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു VS അച്യുതാനന്ദൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രിക്ക് എതിരെ. അതിൻ്റെ ശീർഷകത്തിൽ തന്നെ VS ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്നാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തെ അളന്നെടുത്ത് ഉമ്മൻചാണ്ടി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി എന്നാണ് അച്യുതാനന്ദൻ്റെ ആരോപണം. വാമനന് അനുമതി നൽകിയ, മണ്ണ് അളക്കാൻ അനുമതി നൽകിയ മഹാബലിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ മലയാളികൾ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉമ്മൻചാണ്ടിക്ക് എതിരെ VS. ഉമ്മൻചാണ്ടിയുമായുള്ള സൈബർ യുദ്ധത്തിന് ആക്കം കൂട്ടിയായിരുന്നു VSന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉമ്മൻചാണ്ടി എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന തലക്കെട്ടുള്ള പോസ്റ്റിൽ 5 വർഷം കൊണ്ട് മുഖ്യമന്ത്രി കേരളത്തെയാകെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അളന്നുകൊടുത്തു എന്ന് VS ആരോപിക്കുന്നു. വാമനന് മണ്ണളന്നെടുക്കാൻ അനുവാദം നൽകിയ മഹാബലിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ മലയാളികൾ. മുഖ്യമന്ത്രി പദത്തേക്കാൾ ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ യോജിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്ന വിശേഷണമാണെന്നും VS പറയുന്നു. തുടർഭരണം വേണമെന്ന് ഉമ്മൻചാണ്ടി അവകാശപ്പെടുന്നത് തന്നെ ഇനി ബാക്കിയുള്ള ഭൂമി കൂടി കച്ചവടം നടത്താനാണെന്നും VS കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രചരണത്തിനായി UDF കോടികളാണ് വാരിയെറിയുന്നതെന്നും എന്നാൽ ഇതുകൊണ്ടൊന്നും മലയാളികളെ പറ്റിക്കാനാകില്ലെന്നും VS പറഞ്ഞു. എന്നാൽ വൻകിട മുതലാളിമാർ അനധികൃതമായി കൈവശം വച്ചിരുന്ന ഭൂമി തിരിച്ചുപിടിക്കുകയും അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയുമാണ് ഇടതു സർക്കാർ ചെയ്തത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 4-ന് 10 ഉത്തരവുകളിലായി സർക്കാർ 18 ഏക്കർ ഭൂമിയാണ് വിവിധ മതസംഘടനാ നേതാക്കളെ പ്രീണിപ്പിക്കാനായി പതിച്ചു നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൗമുദി.